ആരോഗ്യവകുപ്പിനെ വെന്റിലേറ്ററിലാക്കിയാണ് UDF സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് MV ജയരാജൻ. വടകര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ജയരാജൻ. നിപ്പ ഉൾപ്പെടെയുള്ള വൈറസ് രോഗങ്ങൾ ഉണ്ടായ കാലത്ത് മന്ത്രിമാർ ഉൾപ്പെടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് LDF ഭരണകാലത്ത് പ്രവർത്തനങ്ങൾ നടത്തിയത്. ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ കണക്ക് പോലും ഇപ്പോൾ സർക്കാരിന്റെ കയ്യിലില്ല. എത്ര പേരാണ് നിരീക്ഷണത്തിലുള്ളതെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ പോലും അറിയിച്ചിട്ടില്ല. വൈറസ് രോഗങ്ങൾ ഉണ്ടായാൽ ഒരുക്കേണ്ട ഒരു സംവിധാനവും ഒരുക്കിയിട്ടില്ല. DMOയെ പോലും കോഴിക്കോട് നിയമിക്കാതെ കുറ്റകരമായ അനാസ്ഥയാണ് സർക്കാർ തുടരുന്നതെന്നും MV ജയരാജൻ പറഞ്ഞു. ആരോഗ്യ വകുപ്പിനെ വെന്റിലേറ്ററിലാക്കിക്കൊണ്ടാണ് UDF സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആവശ്യമായ മരുന്ന് ആശുപത്രികളിൽ എത്തിയിരുന്നു. ഇപ്പോൾ കോഴിക്കോട് നിപ്പയും വയനാട്ടിൽ ഷിഗല്ലയും എറണാകുളത്ത് അപൂർവമായ മറ്റൊരു വൈറസ് രോഗവും സംസ്ഥാനത്താകെ എലിപ്പനിയും ഡെങ്കിപ്പനിയും ഉൾപ്പെടെയുള്ള പനി വ്യാപകമായിട്ടും ആരോഗ്യവകുപ്പ് യാതൊരു ഏകോപനവും ഇല്ലാതെ മന്ത്രി പാകിസ്ഥാനിലും ഉദ്യോഗസ്ഥന്മാർ ബംഗ്ലാദേശിലുമായി ഈ സംസ്ഥാനത്തെ ജനങ്ങളെയാകെ പരിഹസിക്കും വിധത്തിലാണ് മാറുന്നത്. നിപ്പ കോഴിക്കോട് ഉണ്ടായപ്പോൾ ആ നിപ്പ ബാധിതയായ ആളുടെ സ്ഥിരീകരണം സംബന്ധിച്ച് കലക്ടർ കേരളത്തിൽ നിന്ന് പ്രാഥമികമായ പരിശോധന നടത്തിയപ്പോൾ ആരോഗ്യവകുപ്പ് അത് നിപ്പയാണെന്ന് കണ്ടെത്തിയെങ്കിലും പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് കൃത്യമായി അത് സ്ഥിരീകരിക്കാൻ കഴിയുക എന്നതുകൊണ്ട് ആ റിസൾട്ട് വരുന്നതുവരെ പരസ്യമായി പറയുന്നതിന് കാത്തിരുന്നു. അത് സ്ഥിരീകരിച്ചു വന്നപ്പോ കലക്ടർ DMOന്റെ സാന്നിധ്യത്തിൽ അക്കാര്യം പറഞ്ഞു. പക്ഷേ അന്ന് വൈകുന്നേരം ആരോഗ്യമന്ത്രി പറയുന്നത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ്. മാത്രമല്ല ആരോഗ്യമന്ത്രി കോഴിക്കോട് എത്തുകയും ഉണ്ടായില്ല. ഇപ്പൊ എത്ര പേരാണ് ക്വാറന്റൈനിൽ കണക്കില്ല. മുൻ മന്ത്രിയും ജനപ്രതിനിധിയുമായ മുഹമ്മദ് റിയാസ് കളക്ടറേറ്റിലെ കൺട്രോൾ റൂമിൽ പോയപ്പോ അദ്ദേഹത്തെ അവിടെ നിന്നും തിരിച്ചയക്കുകയാണ് ചെയ്തത്. കാര്യമായിരുന്നു അത്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് യഥാർത്ഥത്തിൽ ഈ നിപ്പ രോഗി. എത്ര പേരാണ് നിരീക്ഷണത്തിലുള്ളത്? അവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനെ പോലും അറിയിച്ചില്ല. പ്രാദേശിക ആരോഗ്യ വകുപ്പ് ഡോക്ടർമാരെ അടക്കമുള്ളവരെ അറിയിച്ചില്ല. പിന്നെ എങ്ങനെയാണ് ക്വാറന്റൈൻ ഈ രോഗികളായി നാളെ മാറാതിരിക്കാൻ വേണ്ടി പ്രതിരോധ പ്രവർത്തനം നടത്തുക? മാത്രമല്ല നേരത്തെ ഇത്തരം വൈറസ് രോഗങ്ങൾ വന്നാൽ അവിടെ പ്രത്യേകമായ സംവിധാനം ഒരുക്കും. അതും അവരൊരുക്കിയില്ല. ഇങ്ങനെ കുറ്റകരമായ അനാസ്ഥയാണ്. കോഴിക്കോട് നിപ്പയും വയനാട്ടിൽ ഷിഗല്ലയും എറണാകുളത്ത് അപൂർവമായ ഒരു വൈറസ് രോഗവും കേരളത്തിലാകെ ഡെങ്കിപ്പനിയും എലിപ്പനിയും പനിയുമെല്ലാം വ്യാപിച്ചപ്പോൾ ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ് എന്നാണ് വ്യക്തമാവുന്നത്. മറ്റൊരു കാര്യമുള്ളത്, RSSന്റെ ആശയപ്രചരണത്തിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ മുഴുവൻ പരിശോധിച്ചാൽ BJP അനുകൂല പോസ്റ്റുകളാണ് കാണുക. പ്രധാനമന്ത്രിയെ വാഴ്ത്തുന്ന വാഴ്ത്തുപാട്ടുകളാണ് കാണുക. അങ്ങനെയുള്ള ഒരു അഭിഭാഷകനെ സ്വർണ്ണ കൊള്ളക്കേസിൽ പ്രതിയായ പങ്കജ് ഭണ്ഡാരിയുടെ അഭിഭാഷകനായ ഒരാളെ എങ്ങനെയാണ് സർക്കാർ പ്രത്യേക അഭിഭാഷകനായി ദേവസ്വം ബോർഡിൽ നിയമിക്കുക?